ഈ മഴക്കാലമായിട്ട് എല്ലാവർക്കും ദഹന സംബന്ധമായിട്ട് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. വയറ് കയറി വീർക്കുക, ഭാരം കൂടുക, ഗ്യാസ് കയറുക, ഇത്തരം കാര്യങ്ങൾ. ഇത് ഒഴിവാക്കാനായിട്ടുള്ള ഒരു കുഞ്ഞ് 5 ടിപ്സ് പറഞ്ഞു തരാൻ വേണ്ടിയാണ് ഇന്ന് വന്നത്. അതിൽ ഒന്നാമത്തേത് എന്ന് പറയുന്നത് വേവിക്കാത്ത പച്ചക്കറികൾ, വേവിക്കാത്ത ഭക്ഷണം, ഇത്തരം സാധനങ്ങൾ, ഫ്രിഡ്ജിൽ വെച്ചത്, തണുത്ത ഭക്ഷണം വീണ്ടും ചൂടാക്കിയത്, കൂൾ ഡ്രിങ്ക്സ്, ഇത്തരം സാധനങ്ങളൊക്കെ ഒഴിവാക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തേതെന്ന് പറയുന്നത് മസാലക്കൂട്ടുകൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇഞ്ചി, കുരുമുളക്, വെളുത്തുള്ളി, മഞ്ഞൾ, ജീരകം, ഇത്തരം സാധനങ്ങൾ ധാരാളമായിട്ട് ഉപയോഗിക്കുകയും വയറിനെ ദുഷിപ്പിക്കുന്ന പിഴുപുളി, ചുവന്നുമുളക്, കാന്താരി, ഇത്തരം സാധനങ്ങൾ കുറയ്ക്കുകയും ചെയ്യുക. മൂന്നാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിളപ്പിച്ചാറിയ വെള്ളമാണ്. ഈ മഴക്കാലമായിട്ട് നിങ്ങൾ നിർബന്ധമായും തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക. അതിൽ കുറച്ച് ജീരകം ചേർത്ത് തിളപ്പിക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. ദഹനത്തെ വളരെ നന്നായിട്ട് സഹായിക്കുന്നൊരു സാധനമാണ് ഈ ജീരകം എന്ന് പറയുന്നത്. നാലാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വൈകിട്ടത്തെ ഭക്ഷണം പരമാവധി നേരത്തെ കഴിക്കാൻ ശ്രമിക്കുക. ഒരു 7 മണിയോട് അടുപ്പിച്ച് അല്ലെങ്കിൽ 7 മണിക്ക് മുമ്പായിട്ട് കഴിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. അതും ചെറിയ ചൂടോടെയുള്ള ലഘുവായിട്ടുള്ള ഭക്ഷണങ്ങൾ, വറുത്തതും പൊരിച്ചതും കട്ടിയുള്ളതുമായിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കി കഞ്ഞി, ചെറുപയർ പുഴുങ്ങിയത്, അല്ലെങ്കിൽ ചെറിയ തോരനുകൾ, ഇത്തരം സാധനങ്ങൾ കഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ദഹനം വളരെ നന്നായിട്ടിരിക്കും. അഞ്ചാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ നടത്തമാണ്. ഭക്ഷണം കഴിച്ച ശേഷം ഒരു 100 ചുവട് ഒന്നുകിൽ എണ്ണി നടക്കുക, അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് നടക്കുക. ഈ നടക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുടലിൻ്റെ മൂവ്മെൻറ്റ്, പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റ് വളരെ നന്നായിട്ട് നടക്കുകയും ദഹനവും മലശോധനയൊക്കെ നന്നായിട്ട് നടക്കുകയും ചെയ്യും. ഇത്രയും കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മഴക്കാലം നിങ്ങൾക്ക് വലിയ രോഗങ്ങളൊന്നുമില്ലാതെ, ദഹന പ്രശ്നങ്ങളൊന്നുമില്ലാതെ നല്ല ഇമ്മ്യൂണിറ്റിയും രോഗപ്രതിരോധ ശേഷിയൊക്കെ ആയിട്ട് കടന്നു പോകാനായിട്ട് സാധിക്കും.